കേബിൾ എക്സ്ക്ലൂസീവ് നടിയുടെ വസ്ത്രത്തിൽ പുരണ്ട സ്രവം പൾസർ സുനിയുടേതെന്ന് തെളിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് DNA ഒന്നെന്ന് തെളിഞ്ഞത്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, വിവരങ്ങൾ. സോമി, നടി ആക്രമിക്കപ്പെട്ട ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിൾ ഒന്നാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചത്. കേസന്വേഷണത്തിൽ ഇത് ഏറെ നിർണായകമായ തെളിവാണെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. സംഭവം നടി ധരിച്ചിരുന്ന ഒരു ഫാൻസി ടൈപ്പ് വസ്ത്രമാണ്. ഈ വസ്ത്രത്തിന്റെ വലതുഭാഗത്തായിട്ടായിരുന്നു പൾസറിന്റെ ശരീരസ്രവം ഉണ്ടായിരുന്നത്. പ്രതി പിടിയിലായ ശേഷം സുനിയുടെ രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചിരുന്നു. വസ്ത്രത്തിലെ ശരീരസ്രവവും സുനിയുടെ രക്തവും തമ്മിൽ ക്രോസ് മാച്ച് ചെയ്തതോടെ കേസിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ അല്പസമയങ്ങൾക്ക് മുമ്പ് പീപ്പിൾ ടിവിയോട് പ്രതികരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രതി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും മെമ്മറി കാർഡും പോലീസിന് ഇതുവരെ കണ്ടെടുക്കാനായിട്ടില്ല. എന്നാൽ ആക്രമണ ദിവസത്തിന്റെ തൊട്ട് പിറ്റേന്ന് പ്രതി ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടെയാണ് ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. 1 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 6 ക്ലിപ്പുകളാണ് മെമ്മറി കാർഡിൽ നിന്നും ഫോറൻസിക് റിട്രാക്റ്റീവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കും മുമ്പ് കാറിലുണ്ടായിരുന്ന മറ്റു പ്രതികളോട് പൾസർ സുനി മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പിലുടനീളം നടിയുടെ വിതുമ്പൽ കേൾക്കാം. തനിക്ക് തലവേദന എടുക്കുന്നു എന്ന് നടി ദയനീയമായി പറയുന്നിടത്താണ് ദൃശ്യങ്ങൾ അവസാനിക്കുന്നത്. DNA ഫലങ്ങളിലെ സാമ്യതയും മെമ്മറി കാർഡിലെ ശബ്ദശകലവും പ്രതിയായ പൾസർ സുനിയുടേതെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രോസിക്യൂഷന്റെ നിർണായക തെളിവായി കോടതിയിൽ ഇവ രണ്ടും മാറുകയാണ്. സോണി, ജീവനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 6 പേരെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്ന് സൂചന. ദിലീപ്, നാദിർ ഷാ, അപ്പുണ്ണി, കാവ്യയുടെ അമ്മ, മറ്റൊരു നടി എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ദിലീപ് പരാതിക്കൊപ്പം ഹാജരാക്കിയ ശബ്ദരേഖ വീണ്ടും പരിശോധിക്കാൻ പോലീസ് തീരുമാനം. ശബ്ദരേഖയിൽ എഡിറ്റിംഗ് നടന്നതായും സംശയമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ടോമി, ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം നൽകിയ മൊഴികളിൽ പലതും പരസ്പര വിരുദ്ധമായിരുന്നു, കള്ളത്തരമായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ദിലീപിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. ദിലീപിനെയും അതോടൊപ്പം തന്നെ നാദിർ ഷായെയും കാവ്യ മാധവന്റെ അമ്മയടക്കം ഏകദേശം 6 പേരെ ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണം ഏതാണ്ട് അന്ത്യഘട്ടത്തിലെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ 6 പേരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന കൂടുതൽ, അതായത് ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന കൂടുതൽ തെളിവുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത്തരം ഒരു അന്വേഷണത്തിലാണ് പോലീസ് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ഇന്ന് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ നേരത്തെ ദിലീപ് നൽകിയിരുന്ന പരാതിക്കൊപ്പമുള്ള ഓഡിയോ ടേപ്പിലും കൃത്രിമം കാട്ടിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇത്തരം കള്ളത്തരങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിംസൺ കോടതിയിൽ നൽകിയ മൊഴി പുറത്ത്. 3 ദിവസം തുടർച്ചയായി നാദിർ ഷാ, അപ്പുണ്ണി എന്നിവരെ പൾസർ സുനി വിളിച്ചു. സെല്ലിനുള്ളിൽ വെച്ചായിരുന്നു ഫോൺ വിളി. നാദിർ ഷായുമായി സുനി പ്രതിഫലത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു. കാവ്യയുടെ കടയിൽ എന്തോ സാധനം ഏൽപ്പിച്ചുവെന്ന കാര്യം സുനി പറയുന്നത് താൻ കേട്ടുവെന്നും ജിംസന്റെ മൊഴിയിലുണ്ട്. പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസൺ ആലുവ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നാദിർ ഷയ്ക്കും അപ്പുണ്ണിക്കും കേസിൽ പങ്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്ന് ജിൻസൺ മൊഴി നൽകി. 3 ദിവസം തുടർച്ചയായി സുനി നാദിർ ഷയെയും അപ്പുണ്ണിയെയും വിളിച്ചിരുന്നു. പ്രതിഫലത്തെക്കുറിച്ച് നാദിർ ഷയോട് സംസാരിച്ചു. തുകയെക്കുറിച്ച് അവർ തമ്മിൽ തർക്കമുണ്ടായതായി അറിയില്ലെന്നും ജിൻസന്റെ രഹസ്യമൊഴിയിൽ പറയുന്നു. കാവ്യയുടെ സ്ഥാപനത്തിൽ എന്തോ കൊടുത്തെന്ന് പറയുന്നത് താൻ കേട്ടു. ദിലീപ്, നാദിർ ഷാ എന്നിവരുമായി മറ്റ് ചില ഇടപാടുകൾ ഉണ്ടെന്ന് സുനി പറഞ്ഞതായും ജിൻസന്റെ രഹസ്യമൊഴിയിലുണ്ട്. മാഡം എന്ന് ഉദ്ദേശിക്കുന്നത് കാവ്യയുടെ അമ്മേനെയാണോ കാവ്യനാണോ എന്നുള്ളതൊന്നും മാഡം എന്നുള്ള വേർഡൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേർഡ് ഞാൻ കേട്ടിരുന്നു. പണം ആവശ്യപ്പെട്ടുള്ള കത്ത് ദിലീപിന് നേരിട്ടെത്തിക്കാനായിരുന്നു ആദ്യ ശ്രമമെന്നും ജിൻസന്റെ മൊഴിയിൽ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ലഭിച്ചിരിക്കുന്ന പ്രധാന തെളിവാണ് ജിൻസന്റെ രഹസ്യമൊഴി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൂർണ്ണമായും തെളിവുകൾ കിട്ടിയാൽ മാത്രമേ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യൂവെന്ന് DGP ലോക്നാഥ് ബെഹ്റ. അറസ്റ്റ് വേണമോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കും. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും DGP വ്യക്തമാക്കി. is going on in full swing and that I cannot say now. That investigation team will do.
See, you understand this. It's a team. ആ ടീമിലെ ഇൻവെസ്റ്റിഗേഷന് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. They sit together. They decide these things. And this is to be done in the best way. അത് നമുക്ക് കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. That they are doing. All reports, whatever is coming, is a different matter. But the thing is that the investigation is going on full swing. കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെയും ദിലീപിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെയെന്ന് സംവിധായകനായ നാദിർ ഷാ. ഫേസ്ബുക്കിലൂടെയാണ് നാദിർ ഷയുടെ പ്രതികരണം. മണിയുടെ മൃതദേഹത്തിന് അരികിൽ നാദിർ ഷയും ദിലീപും നിൽക്കുന്ന ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് നാദിർ ഷ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ അജു വർഗീസിനെതിരെ കേസ്. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയതിനാണ് കേസ്. മുൻ DGP സെൻകുമാറിനെതിരെ ADGP ബി സന്ധ്യ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സെൻകുമാറിന്റെ പ്രസ്താവനകൾ അവാസ്തവമെന്ന് സന്ധ്യ. IG ദിനേന്ദ്ര കശ്യപും ആലുവ റൂറൽ SP AV ജോർജും ക്രൈംബ്രാഞ്ച് SP സുദർശനനും പങ്കെടുത്ത യോഗത്തിന്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ സെൻകുമാറിനെ അറിയിച്ചിരുന്നുവെന്നും 26-ന് IGയും SPയും പോലീസ് ആസ്ഥാനത്തെത്തി അന്വേഷണ പുരോഗതി അറിഞ്ഞിരുന്നുവെന്നും സന്ധ്യ DGP ബെഹ്റയ്ക്ക് നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നു. DGP സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ പുരോഗതി താൻ പോലും അറിഞ്ഞിരുന്നില്ലെന്ന സെൻകുമാറിന്റെ പരാമർശത്തിനെതിരെയാണ് ADGP ബി സന്ധ്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യം വിശദീകരിച്ച് സന്ധ്യ DGPക്ക് കത്ത് നൽകി. ആലുവ പോലീസ് ക്ലബ്ബിൽ കഴിഞ്ഞ 12-ന് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നിരുന്നു. IG ദിനേന്ദ്ര കശ്യപ്, ആലുവ റൂറൽ SP AV ജോർജ്, ക്രൈംബ്രാഞ്ച് SP സുദർശൻ എന്നിവർ പങ്കെടുത്ത യോഗം നടക്കുമ്പോൾ സെൻകുമാർ ഫോണിൽ വിളിക്കുകയും അന്വേഷണ പുരോഗതി അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ 26-ന് തിരുവനന്തപുരത്ത് IGയും SPയും നേരിട്ടെത്തി DGPയെ അന്വേഷണ പുരോഗതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സെൻകുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. കേസിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം യോഗങ്ങൾ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അന്വേഷണത്തിന് ഏകോപനമില്ലെന്ന് കാണിച്ച് മുൻ DGP സെൻകുമാർ കഴിഞ്ഞ 30-ന് ബി സന്ധ്യയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് ADGP ബി സന്ധ്യ പുതിയ DGPക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തനിക്കെതിരായ പരാമർശങ്ങളിൽ മുൻ DGP TP സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ADGP ടോമിൻ ജെ തച്ചങ്കരി. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന നടത്തരുതെന്നും തച്ചങ്കരി പറഞ്ഞു. നാദിർ ഷയെ കൊച്ചിയിലെത്തി കണ്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തച്ചങ്കരി പ്രതികരിച്ചില്ല. പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു നിലവിലെ വിവാദങ്ങൾക്ക് തച്ചങ്കരി മറുപടി പറഞ്ഞു തുടങ്ങിയത്. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന ആരും നടത്തരുത്. ഒരു വ്യക്തിയല്ല കേരള പോലീസ്. നമ്മൾ ഒരിക്കലും നമുക്കന്നം തരുന്ന നമ്മുടെ സേനയെ നമ്മളാകുന്ന രീതിയിൽ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഭാവനകൾ കൊണ്ടോ പോലും അപജയപ്പെടുത്തുവാൻ അനുവദിക്കരുത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ പൊതുജനത്തിന് മുന്നിൽ പറഞ്ഞ് വിഴുപ്പലക്കരുത്. തനിക്ക് ശേഷം പ്രളയമെന്ന് ആരും കരുതുകയും ചെയ്യരുത്. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ്. പച്ചയില പഴുത്ത് നിലത്ത് വീഴുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ അത് മഞ്ഞ നിറമുണ്ട്. പിന്നെ അതിൽ അണുക്കൾ കയറും, ജീർണിക്കും, മണ്ണോടറിയും. ഇതൊരു പ്രപഞ്ച തത്വമാണ്. ഈ തത്വത്തിൽ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. പുസ്തകമെഴുതി പ്രശസ്തരാവാനാണ് ചിലരുടെ ശ്രമമെന്നും ജേക്കബ് തോമസിനെ വിമർശിച്ചുകൊണ്ട് തച്ചങ്കരി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റൈലാ. ഏതാ പുതിയ സ്റ്റൈൽ? പുസ്തകം എടുത്ത ഇങ്ങനത്തെ ഡയലോഗ്. മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു TP സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തച്ചങ്കരി വ്യക്തമാക്കിയത്. സമകാലിക പ്രശ്നങ്ങളോട്ടൊന്നും യാതൊരു ബന്ധമില്ല. സമകാലിക പ്രശ്നങ്ങളിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം നാദിർ ഷയെ കണ്ടിരുന്ന എന്ന ചോദ്യത്തിന് ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവനന്തപുരത്ത് ഇപ്പോൾ മോഹൻലാൽ സംസാരിക്കുകയാണ് തത്സമയത്തിലേക്ക്. മലയാള സിനിമയിലൂടെ മലയാള നോവൽ ചരിത്രത്തിലെ പല കഥാപാത്രങ്ങൾക്കും ജീവൻ കൊടുക്കാൻ സാധിച്ച ആളാണ്. അതൊരു പക്ഷേ ഇനി മറ്റൊരു നടന്മാർക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരുപാട് മലയാള സാഹിത്യത്തിലെ കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ 1-2 കഥാപാത്രങ്ങൾ എനിക്ക് എനാക്ട് ചെയ്യാൻ പറ്റി. മലയാള മനോരമ സംഘടിപ്പിച്ച കഥയാട്ടം എന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള 100 വർഷത്തെ മലയാള നോവൽ ചരിത്രമെടുത്തിട്ട് അതിൽ നിന്ന് 10 കഥാപാത്രങ്ങളെടുത്ത് ഞാനൊരു 55 മിനിറ്റ്സ് 55 മിനിറ്റ് കൊണ്ട് എനാക്ട് ചെയ്ത് അദ്ദേഹം അഭിനയിച്ച ചില സിനിമകളിലെ ചില നിർണായകമായ രംഗങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു.
അതും എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അറിവ് നിറവ് എന്ന പരമ്പരയിൽപ്പെടുന്ന ഒരു പുസ്തകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 2 പദങ്ങളും അത് സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായി ഉപയോഗിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ നിറവും. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് രാജാ സാറിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തതായിട്ട് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും ഇങ്ങനൊരു വേദി തന്നതിന് ഈ കോളേജിലെയും പ്രിൻസിപ്പാളിനും ഇവിടെ ഉള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെ ഏതാണ്ട് ഒരു മാസത്തിൽ അധികമായിട്ട് ഞങ്ങൾ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇവിടാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ്. ഇത് ഞങ്ങളുടെ ഒരു വീട് പോലെയായി മാറി. ഇത്രയധികം സഹകരണത്തോടെ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. രാത്രിയായാലും പകലായാലും ഒരു കുഴപ്പമില്ലാതെ ഇത് ഷൂട്ട് ചെയ്യാൻ തന്നതിലുള്ള നന്ദിയും ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം സ്വീകരിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നടൻ മോഹൻലാൽ. മറ്റു വാർത്തകളിലേക്ക്. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് തിരിച്ചടി. കോലഞ്ചേരി അടക്കമുള്ള തർക്കമുണ്ടായ പള്ളികൾ ഭരിക്കേണ്ടത് 1934 മലങ്കര സഭാ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. 1913 കരാർ അനുസരിച്ച് പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന് യാക്കോബായ സഭയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. നിർണായകമായ വിധിന്യായം എഴുതാൻ കോടതിയുടെ അവധിക്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നതായി ജസ്റ്റിസുമാർ. മലങ്കര ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിലാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. പള്ളിഭരണം സംബന്ധിച്ച് ഇരുസഭകൾ തമ്മിൽ തർക്കമുള്ള കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ പള്ളികളിലെ ഭരണം നടത്തേണ്ടത് 1934 മലങ്കര സഭ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് 1995 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി മാത്രമേ നിലനിൽക്കൂ. ഈ വിധി അംഗീകരിക്കാതെ 1913 ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന യാക്കോബായ സഭയുടെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പള്ളി ഭരണത്തിനായി 2002 യാക്കോബായ സഭ രൂപീകരിച്ച ഭരണഘടന നിലനിൽക്കില്ലെന്നും വിധിന്യായത്തിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 1934 മലങ്കര സഭ ഭരണഘടന മാറ്റം വരുത്താനും സുപ്രീം കോടതി തയ്യാറായില്ല. 100ഓളം പള്ളികളിൽ ഇരുസഭകളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. വിധി ഇവയെയും ബാധിക്കും. വിധിന്യായം എഴുതാൻ കോടതിയുടെ ഇക്കഴിഞ്ഞ അവധിക്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നതായി ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് മിശ്ര പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടതി വിധി സ്വാഗതാർഹമെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. കലഹം കൊണ്ട് പ്രയോജനമില്ല. വിധി സർക്കാർ നടപ്പിലാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. കോടതി വിധിയും ഭരണഘടനയുമാണ് സമാധാനത്തിന് അടിസ്ഥാനമെന്നും രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഏതാണ്ടൊക്കെ എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ 1934 ഭരണഘടന സാധുവാണെന്നും മറ്റ് ഒരു ഉടമ്പടിക്കോ മറ്റു വിധത്തിലുള്ള ഏതെങ്കിലും സംഘടനയുടെ നിയമങ്ങൾക്കോ ഒന്നും തന്നെ മലങ്കര സഭയിൽ സ്ഥാനമില്ല, പിന്നെ സ്വത്തുക്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. നടിയെ ആക്രമിക്കുന്നതിന് മുൻപ് പൾസർ സുനി വിളിച്ച 4 നമ്പറുകളുമായും അപ്പുണ്ണിക്ക് ബന്ധമുണ്ടെന്ന കാര്യം പോലീസ് തിരിച്ചറിഞ്ഞതായാണ് സൂചന. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ചത് ദിലീപാണെന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായും വിവരമുണ്ട്. പൾസർ സുനി നിരന്തരമായി വിളിച്ചിരുന്ന ഫാൻസി നമ്പറുകളിൽ ഒന്ന് നാദിർഷയുടേതാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദിലീപ് ആലുവയിലെ വീട്ടിലാണുള്ളത്. എന്നാൽ കാവ്യ എവിടെയാണെന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ചേരുന്നുണ്ട്. സിബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിനെയും അതോടൊപ്പം തന്നെ നാദിർഷയെയും ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെയും നടി കാവ്യയും കാവ്യയുടെ അമ്മയെയും മറ്റൊരു നടിയെയും ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകളായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെയും ഒരു ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങിയിട്ടില്ല. എങ്കിലും ഇതിൽ നമുക്കറിയാൻ കഴിയുന്നത് ദിലീപ് കൊച്ചിയിൽ ആലുവയിലുണ്ടെന്നും അതോടൊപ്പം തന്നെ നടി കാവ്യ മാധവനും കൊച്ചിയിലുണ്ട്. എന്നാൽ എവിടെയാണെന്ന് അറിയില്ല. കാവ്യയുടെ വെണ്ണലയുടെ വീട്ടിൽ വെണ്ണലയിലുള്ള
വില്ലയിൽ ചെന്നപ്പോൾ കാവ്യ അവിടെ ഇല്ല എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത്. അതോടൊപ്പം തന്നെ കാവ്യയുടെ അമ്മയെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തായാലും ഇവർ ഇപ്പോൾ നാദർഷയാണെങ്കിലും നാദർഷയെയും അതോടൊപ്പം തന്നെ അപ്പുണ്ണിയെയും എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ഉടൻ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഇപ്പോൾ ഈ വൈകി രാത്രിയായിട്ടും ഇവരെ മറ്റു രഹസ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കും സ്ഥിരീകരണമില്ല. എന്തായാലും കാവ്യയുടെ അമ്മയെയും രഹസ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കാക്കനാട് ഈ കാവ്യയുടെ ഒരു ഓൺലൈൻ ഷോപ്പായ ലക്ഷ്യയിൽ നടത്തിയ പരിശോധനയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രമാദമായ മെമ്മറി കാർഡുകൾ ഉൾപ്പെടെയുള്ളവ കിട്ടിയിരുന്നു. ഇതിൽ നടിയെ ഈ ഫെബ്രുവരി 17-ാം തീയതി പൾസർ സുനി അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാഡം എന്ന പദപ്രയോഗം തന്നെ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. ഈ മാഡം കാവ്യയുടെ അമ്മയാണോ എന്ന സംശയവും പോലീസ് ഉദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തത തേടിയാണ് പോലീസ് നീങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ ദിലീപിന്റെ ഈ സംഭവം കഴിഞ്ഞ നവംബർ 23 മുതൽ ഈ ഫെബ്രുവരി 17-ാം തീയതി സംഭവം നടക്കുന്ന 17-ാം തീയതി വരെ പൾസർ സുനി വിളിച്ച ഫോൺ കോളുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. ഇതിൽ 4 ഫോൺ നമ്പറിലേക്ക് സ്ഥിരമായി പൾസർ സുനി വിളിക്കാറുണ്ടായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി. ഈ 4 ഫോൺ നമ്പറിൽ ഒന്ന് ദിലീപിന്റെ മാനേജരായ അപ്പുണ്ണിയാണെന്ന് പോലീസിന് വ്യക്തമാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഇവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം 13 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ഈ ദിലീപും നാദൃശ്യം നൽകിയ അല്ലെങ്കിൽ അപ്പുണ്ണിയും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ അന്ന് ദിലീപിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെക്കോർഡ് സംഭാഷണം, ഈ സംഭാഷണം എഡിറ്റ് ചെയ്താണോ എന്നും പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് ഇത് വീണ്ടും പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. എന്തായാലും ഈ അന്വേഷണം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഉടൻ ഒരു അറസ്റ്റ് വരെ ഉണ്ടായേക്കാം. എന്തായാലും സിനിമാക്കാരിലേക്കും ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ചുമെല്ലാം ഈ അന്വേഷണം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോമി. സിബി ജോസഫാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ നുണപരിശോധനയുണ്ടാകില്ല. ഇത് സംബന്ധിച്ച പോലീസിന്റെ ആവശ്യം അടങ്ങിയ ഹർജി കോടതി ക്ലോസ് ചെയ്തു. നുണപരിശോധന വേണമെന്ന പോലീസിന്റെ ആവശ്യത്തിന്മേൽ പെൺകുട്ടി ഇന്നും കോടതിയിൽ ഹാജരായില്ല. ഇതോടെയാണ് കോടതി ഹർജി ക്ലോസ് ചെയ്തത്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുമായി സർക്കാർ നാളെ ചർച്ച നടത്തും. ഈ മാസം 11-ന് പണിമുടക്ക് നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നഴ്സുമാർ നടത്തിവരുന്ന സമരം 6-ാം ദിനത്തിലെത്തി. സർക്കാർ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിക്കുന്നതായി UNA വ്യക്തമാക്കി. വേതന വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം 6-ാം ദിനത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തര ചർച്ച വിളിച്ചത്. നാളെ വൈകിട്ട് 4 മണിക്ക് തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് ചർച്ച നടക്കുക. നേരത്തെ നഴ്സുമാരുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും സർക്കാർ ഈ മാസം 20-നാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. സർക്കാർ വിളിച്ച ചർച്ചയിൽ പ്രതീക്ഷയർപ്പിക്കുന്നതായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. UNA സെക്രട്ടറി CB 27-ാം തീയതി കൂടി IRCയിലും അങ്ങനെ തന്നെയാണ് തീരുമാനവും വന്നിരുന്നത്. സർക്കാർ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഞങ്ങളെ നാളത്തെ ചർച്ചയിൽ ഇതിലൊരു തീരുമാനമാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സർക്കാർ നാളെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മാസം 11-ന് നഴ്സുമാർ പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരുന്നു. പനി പടരുന്ന സാഹചര്യത്തിൽ പണിമുടക്ക് സമരം ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നതാണ് സർക്കാർ വിലയിരുത്തൽ. മാസശമ്പളം 22,000 രൂപയാക്കണമെന്നതാണ് നഴ്സുമാരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് ലേബർ കമ്മീഷണറുമായി 4 തവണ ചർച്ച നടത്തിയെങ്കിലും മാനേജ്മെന്റിന്റെ നിലപാട് കാരണം ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് സർക്കാർ തലത്തിലേക്ക് ചർച്ച മാറ്റാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.